കണ്ടിരിക്കും. ഉള്ളി വെച്ച് തട്ടി അതിൻ്റെ പുട്ടി കളഞ്ഞതിന് ശേഷം 3-4 സ്ക്രൂകളൊക്കെ അഴിച്ചെടുത്തിട്ടാണ് അവൻ ആ സ്കർട്ട് അഴിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. കാരണം ഏകദേശം ഒരു 7 ദിവസം 5 ദിവസം, അപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസത്തോളമായിരുന്നു ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അത് ചിലപ്പോൾ കണ്ടിരിക്കും. അപ്പോൾ വീഡിയോസും കാര്യങ്ങൾ ഡിലേ വരാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉണ്ണിവാവ് വരാൻ പോണ്, വൈഫ് പ്രഗ്നൻ്റ് ആണ്. അതേപോലെ തന്നെ വീട്ടിൽ അപ്പോൾ അതിൻ്റേതായ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിക്കും തിരക്കിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് വൈകിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലും അതിൻ്റെ ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാരേജിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഫോർച്യൂണർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഇന്നോവ ഫുൾ ബ്ലാക്ക്, അതിൻ്റെ ഗ്രില്ല്, ബാക്ക് ഡിക്കി ക്രോം, ഫ്രണ്ട് ബോണ്ട് ക്രോം കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അടിച്ചിട്ടൊരു വണ്ടി ഡെലിവറി ചെയ്തിരുന്നു. അതേപോലെ സിയാസ്, മാരുതി സിയാസ് കൺവേർട്ട് ചെയ്തിട്ട് ഡെലിവറി ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഒരു പർപ്പിൾ കളറ് ഇന്നോവ മാരുതിയുടെ ഒരു കളർ അടിച്ചിട്ട് അതും ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കേണ്ട ടൈമിലായിരുന്നു ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോയിരുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഫോർച്യൂണറിൻ്റെ ഫൈനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഭാഗം നമുക്ക് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ നിങ്ങളിൽ വീഡിയോ എത്തിക്കുന്നതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ആ വീഡിയോസും കാര്യങ്ങളും ഫോർച്യൂണറിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോയും ചിലവരെ കണ്ടിരിക്കും. ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾക്കൊരു വണ്ടി വന്നിരുന്നു. ഒരു മാസമല്ല കേട്ടോ, ഏകദേശം ഒരു 2-2.5 മാസം മുമ്പ് ഒരു വണ്ടി നമുക്കിവിടെ വന്നിരുന്നു. 2050 മോഡൽ Type 4 കൺവേർട്ട് ചെയ്തൊരു ഇന്നോവയായിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടിയായിരുന്നു. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു വണ്ടി, നീറ്റൊരു വണ്ടി. എല്ലാവരും ചോദിക്കാം ഈ ഒരു വണ്ടി എന്തിനാണ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വന്നത്, എന്തിനാണ് അത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആ വണ്ടി ഞങ്ങൾ ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്തു. ഏകദേശം കസ്റ്റമർ 2 വർഷം മുമ്പ് കൺവേർട്ട് ചെയ്തൊരു വണ്ടിയാണ്. ഏകദേശം 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളുടെ ഇവിടെ വീണ്ടും പണിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം അങ്ങനെ നമ്മൾക്ക് പണിക്ക് വേണ്ടി വരുമ്പോൾ അതിനെന്തായാലും ഒരു കംപ്ലയിൻ്റ് ഇല്ലാണ്ട് നമ്മളതിന് പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ കംപ്ലയിൻറ്റുകളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആനന്ദുബായാണ് അതിൻ്റെ ഒക്കെ റിമൂവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പാർട്സ്, അതായത് ആ വണ്ടിയുടെ ബോഡി പാർട്സുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ട പരിപാടി ഞാൻ ആനന്ദുബായി ഏൽപ്പിച്ചു. ഗോപ്രോ കൊടുത്തവന് നീ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോളാൻ വേണ്ടി അവന് ഗോപ്രോ കൊടുത്തു. അപ്പോൾ ആ റിമൂവിങ് ഒന്ന് നിങ്ങൾക്ക് തുടക്കം തുടങ്ങി കാണാം. അപ്പോൾ ആനന്ദുബായി ഫ്രണ്ട് ബമ്പർ അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഫ്രണ്ട് ബമ്പർ അയക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ അതിൻ്റെ കമ്പനി ബോൾട്ടും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടും ബമ്പർ കിട്ടണില്ല. അപ്പോഴാണ് മനസ്സിലായി അത് സ്ക്രൂ അടിച്ച് പുട്ടിയിട്ടിട്ട് വെച്ചേക്കാണെന്ന്. അപ്പോൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പോൾ പുട്ടിയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കസ്റ്റമർ പെയിൻറ്റിങ് ചെയ്തു. കസ്റ്റമർ പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എത്ര കസ്റ്റമർ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആ ഒരു ഗ്ലോ ഫിനിഷിങ് പുറത്തേക്ക് കിട്ടണില്ല. അതേപോലെ തന്നെ ചില ഏരിയകളിൽ ക്രാക്ക് വരുന്നത്, അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് ലീക്കേജ് ഉണ്ട്, സൈഡ് സ്കട്ടിങ് കറക്റ്റല്ല ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു കസ്റ്റമറുടെ. അപ്പോൾ നമ്മളെ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ചില ഏരിയകളിലൊക്കെ ഒരു 3 mm, ചില ഏരിയയിലൊക്കെ ഒരു 4 mm കട്ടിയിലൊക്കെ പുട്ടി അടിച്ച് കയറ്റിയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പുട്ടി ഞാനതിലിടും. പുട്ടി ഇടാണ്ട് നമുക്ക് പണി എന്തായാലും നടക്കില്ല, പഴയ വണ്ടികളാണ്. പക്ഷെ പുട്ടി ഇടുന്നേക്കാളും മുമ്പ് ഡെൻറ്റിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണമാണ് ഈ ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ ഫുൾ നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ ബോണറ്റ് 2 സൈഡ് ഫെൻഡറും കാര്യങ്ങളൊക്കെ
സെക്കൻഡ് ഹാൻഡ് പാർട്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് പാർട്സ് യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോണറ്റുമേയും സൈഡ് ഫെൻഡറുമേയൊക്കെ നിറച്ചും കുട്ടിയുണ്ട്. സൈഡ് ഫെൻഡർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ലൈനും കാര്യങ്ങളൊന്നും ഷാർപ്പല്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിലെ പാർട്സുകൾ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ബോഡി 30 ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി ഫുള്ളർ അപ്ലൈ ചെയ്തിട്ട് തന്നെ ക്ലിയർ ചെയ്തെടുക്കാം. ഡിക്കി റസ്റ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിക്കി എന്തായാലും സെക്കൻഡ് ഹാൻഡ് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഡിക്കിയൊക്കെ റീപ്ലേസ് ചെയ്ത് ആ വണ്ടി ഫുൾ വർക്ക് നമ്മൾ ചെയ്ത് ആ കളർ തന്നെ സെയിം അടിച്ച് ആ കളർ തന്നെ അടിച്ച് വണ്ടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കസ്റ്റമർ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കൊടുത്ത് 2 വർഷം മുമ്പ് പണിത വണ്ടി ഒരു 19,000 രൂപ എടുത്ത് ബില്ല് വന്നു ഈ ഒരു വണ്ടി. കാരണം അതിൻ്റെ ഫ്രണ്ട് ബോണ്ട്, 2 സൈഡ് ഫെൻഡർ, ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ബാക്ക് ഡിക്കി, ക്രോം ഡിക്കി, ഫ്രണ്ട് ബാക്കിലെ ബമ്പർ, അങ്ങനെ ഒരുപാട് പാർട്സുകൾ നമുക്ക് ഇതിന് ചേഞ്ച് ചെയ്യേണ്ടിയും വന്നു. അതേപോലെ റീവർക്കുമായിരുന്നു. ഇത്ര രൂപ 2 വർഷം മുമ്പ് മുടക്കി ഇപ്പോൾ വീണ്ടും അത്രയും പൈസ മുടക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീവർക്ക് തന്നെയായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടൊരു ചെറിയ വീഡിയോ ആണ്. കാരണം ഇതേപോലുള്ള വാഹനങ്ങൾ നമ്മളിങ്ങനെ ഏത് ഗ്യാരേജിൽ കൊടുത്തിട്ടായാലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് പാർട്സ് യൂസ് ചെയ്തിട്ടുള്ള പണി മാക്സിമം ഒഴിവാക്കുക. സംഭവം നല്ലതാണ്. ഒരു ഫെൻഡർ തട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കിട്ടാത്ത ഫെൻഡറൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഡിക്കി, ഇതിൻ്റെ തന്നെ ഡിക്കി നമ്മൾ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് വെച്ച, പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ഫ്രണ്ടിലെ ബോണറ്റ് ഫെൻഡറൊക്കെ മൊത്തത്തിൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന വണ്ടി നല്ലതായിരിക്കും. 2009 മോഡൽ ഉണ്ടായിരുന്ന ആ വണ്ടി നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് പാർട്സ് കയറ്റിയപ്പോൾ നിറച്ചതും പുട്ടി വാരി കയറ്റി ആണ് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയുക, ആ വണ്ടിയുടെ ഇപ്പോൾ എത്ര നമ്മൾ 1K പ്രൈമർ അടിച്ചാലും 2K പ്രൈമർ അടിച്ചാലും പുട്ടി ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ ക്ലിയർ വലിച്ചു പിടിച്ച് ആ ഒരു ഗ്ലോ ഫിനിഷിങ് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടിയെന്ന് വരില്ല. എല്ലാ പെയിൻറ്റും ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് കാരണം ഉണ്ടായിരുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ ഒരു വണ്ടിയുമ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ അരുൺ ഭായിയാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അരുൺ ഭായി അതിൻ്റെ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഗ്രൈൻഡിങ് ചെയ്ത് കളയേണ്ടടുത്ത് ഗ്രൈൻഡിങ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്താ റിമൂവർ ഇട്ടിട്ട് കളഞ്ഞൂടെ, അതിന് ശേഷം നമുക്കത് ചെയ്തുകൂടെ എന്ന്. റിമൂവർ ഇപ്പോൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പെയിൻറ്റ് റിമൂവർ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയുമേ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അടക്കം അത് റിമൂവ് ചെയ്ത് കളയും. നമ്മൾ മാക്സിമം നമ്മൾ ഉറച്ച് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റണമെങ്കിൽ ബെസ്റ്റ് അതാണ്. റിമൂവർ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോഡിയുമേ റെസ്റ്റ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും റിമൂവർ ഇട്ട് ചെയ്തിട്ടുള്ള ആ ബോഡിയുമേ. അതുകൊണ്ട് തന്നെ നമ്മൾ റിമൂവർ യൂസ് ചെയ്തില്ല.
ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടോടത്ത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു, ഉരച്ച് കളയേണ്ടോടത്ത് ഉരച്ച് കളഞ്ഞു. അതിൻ്റെ സൈഡ് സ്കർട്ടൊക്കെ നിങ്ങൾ അഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കും, ഉള്ളി വെച്ച് തട്ടി അതിൻ്റെ പുട്ടി കളഞ്ഞതിന് ശേഷം 3-4 സ്ക്രൂകളൊക്കെ അഴിച്ചെടുത്തിട്ടാണ് അവൻ ആ സ്കർട്ട് അഴിക്കുന്നത്. അപ്പോൾ അത്രത്തോളമായിരുന്നു അതിൻ്റെ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളും പുട്ടി അപ്ലൈ ചെയ്യുന്നവരാണ്, അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഡെൻറ്റിങ് പ്രോപ്പറായിട്ട് ചെയ്ത് പുട്ടി അപ്ലൈ ചെയ്താലാണ് നമ്മൾക്ക് ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കിട്ടുള്ളൂ. ഡെൻറ്റിങ് പ്രോപ്പറായിട്ട് ചെയ്യാണ്ട് ആ പുട്ടിയിൽ തന്നെ നമ്മൾ ഷേപ്പ് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പുട്ടി ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മാക്സിമം 2 mm കൂടുതൽ പുട്ടി അപ്ലൈ ചെയ്യണതും നല്ലൊരു കാര്യമല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു വർക്ക്ഷോപ്പിൽ പണിക്ക് കൊടുക്കുമ്പോഴും മാക്സിമം സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ യൂസ് ചെയ്യാണ്ട് കൊടുക്കാൻ നോക്കാം. അഥവാ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യിച്ചതിന് ശേഷം പുട്ടി അപ്ലൈ ചെയ്യുക. പുട്ടി അപ്ലൈ ചെയ്യണേക്കാൾ മുമ്പ് പ്രൈമർ കോട്ട് അടിക്കേണ്ട വശങ്ങളുണ്ടെങ്കിൽ, എപ്പോക്സി അല്ലെങ്കിൽ സാധാ ഓയിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിക്കേണ്ട വശങ്ങളുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം പുട്ടി അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഉരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം 2K പ്രൈമർ. ഒരുപാട് പുട്ടി കയറുന്ന വാഹനങ്ങളാണെങ്കിൽ 2K പ്രൈമറും, അതല്ല നേരിയ രീതിയിലുള്ള പുട്ടിയാണെങ്കിൽ 1K പ്രൈമറും, അതല്ല പുട്ടി അധികമില്ല എന്നുണ്ടെങ്കിൽ സാധാ സർഫേസറും അടിച്ചതിന് ശേഷം ആണ് പെയിൻ്റ് അടിക്കേണ്ട ബേസ് കോട്ടും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത്, വണ്ടി വൈകിട്ടായിരുന്ന ഡെലിവറി കസ്റ്റമർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കസ്റ്റമർ ആ വണ്ടി ഡെലിവറി ചെയ്യണതിൻ്റെ അന്ന് മോർണിംഗിൽ എത്തിയിരുന്നു. അപ്പോൾ ആ പോളിഷും കാര്യങ്ങളൊക്കെ കസ്റ്റമർ കണ്ടു, അതിൻ്റെ പണി കുറച്ച് കാര്യങ്ങളൊക്കെ കസ്റ്റമർ കണ്ട് ഇഷ്ടപ്പെട്ടു. കസ്റ്റമർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ആ വണ്ടി ഡെലിവറി ചെയ്തു. അപ്പോൾ അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് യൂസ് ചെയ്യുന്ന കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത്, പിന്നെ പെയിൻറ്റും നല്ല ക്വാളിറ്റി പെയിൻ്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ എനിക്കത് കാണിച്ചു കൊടുക്കണം ചെയ്ത വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസൊക്കെ കസ്റ്റമർ എടുത്തുകൊണ്ട് പോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ കസ്റ്റമർക്ക് ചെറിയ രീതിയിലുള്ള ലോസും കാര്യങ്ങളുണ്ടായി. കാരണം ഒരു പ്രാവശ്യം ചെയ്ത വണ്ടി വീണ്ടും ചെയ്യാൻ വന്നു, വീണ്ടും ചെയ്ത് ക്ലിയർ ചെയ്ത് പോയില്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൈസയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ വണ്ടി കൊടുക്കുമ്പോൾ നല്ല ഒരു ഏരിയയിൽ, എൻ്റെ വർക്ക്ഷോപ്പിൽ തരണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, അത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ വണ്ടി വാഹനങ്ങൾ സർവീസിങ്ങിനോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ കിടന്നപ്പോൾ ഞാൻ നിങ്ങളെ അത് അറിയിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ കംപ്ലൈൻറ്റുകളുണ്ട്, വെറുതെ നമ്മൾ ഒരു ഇത് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടില്ല. ചിലപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവും സെക്കൻഡ് ഹാൻഡ് പാർട്സ് യൂസ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ലാന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വർഷപ്പാരും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ മുന്നേ ആ ബോഡി ഓവറായിട്ടുള്ള ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആ ഡെൻറ്റിങ്ങിൽ അധികം അങ്ങനെ എന്താ പറയുക ഡബിൾ പണിയാവുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറും വന്ന് അതിനെ എന്നിട്ട് പറയാൻ പറ്റി ആ വണ്ടീനെ പറ്റി ഡീറ്റെയിൽ ചെയ്ത്, ഞങ്ങളിപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ഡീറ്റെയിൽ ചെയ്യും. പ്രകാശേട്ടനും ബാബുവേട്ടനും ആ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യും. ഫുള്ളായിട്ട് തന്നെ വണ്ടി ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർ പറയും ഇവിടെ ഇങ്ങനെ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അതല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി ഈ രീതിയിൽ ചെയ്യാം എന്ന് പറയും. എന്നിട്ട് കസ്റ്റമർ ഓക്കെ അടിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് മാക്സിമം പണികൾ നമ്മൾ ഒഴിവാക്കാറുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സ് അത്രയ്ക്കും അയ്യോ അത് വാങ്ങാൻ കിട്ടില്ലടാ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പണികൾ ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും